ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പരപ്പനങ്ങാടിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പരപ്പനങ്ങാടി ടെലിഫോൺ എക്സ്ചേഞ്ച് റോഡിൽ സൂപ്പിമക്കാനകത്ത് സുഹൈലാണ് മരണപ്പെട്ടത്. പുത്തൻപീടികയിൽ വെച്ചാണ് അപകടമുണ്ടായത്. പുതുവത്സരാഘോഷത്തിനായി എത്തിച്ച മാരക ലഹരി വസ്തുവായ MDMA-യുമായി 5-അംഗ സംഘം കരിപ്പൂർ പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട് തിരുവമ്പാടി ജാനിസ്, കൊണ്ടോട്ടി പുളിക്കൽ മുഹമ്മദ് ഷെരീഫ്, നെടിയുരുപ്പ് മുസ്ലിയാരങ്ങാടി ഫാരിസ്, ഒളവട്ടൂർ ചെറുമറ്റം മുഹമ്മദ് ഷാഫി, നെടിയുരുപ്പ് മണ്ണാനംകുന്ന് വീട്ടിൽ പ്രവീൺ എന്നിവരാണ് അറസ്റ്റിലായത്. വെളിയങ്കോട് പുതുവർഷം ആഘോഷിക്കാൻ മയക്കുമരുന്നുമായി എത്തിയ 2 പേർ പൊന്നാനി പോലീസിന്റെ പിടിയിൽ. വെളിയങ്കോട് പാണക്കാട് മുഹമ്മദ് ജാസിർ, കനോലി പാലത്തിന് സമീപം താമസിക്കുന്ന മാമ്പുള്ളി വിഷ്ണു എന്നിവരാണ് 3 ഗ്രാം MDMA-യുമായി പിടിയിലായത്. ജലനിധി കണക്ഷൻ ലഭിച്ച് 6 വർഷമായി വെള്ളം ലഭിക്കാതിരുന്ന വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ പാടക്കപ്പുറായ മാടംചിനയിൽ സുബൈറിൻ്റെതുൾപ്പെടെ നിരവധി വീടുകൾക്ക് ഇന്ന് കുടിവെള്ളം ലഭിച്ചു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ജലനിധി അധികൃതരെത്തിയാണ് കണക്ഷൻ നൽകിയത്. ദിനംപ്രതി 100 കണക്കിന് രോഗികളെത്തുന്ന ആതുരാലയത്തിന്റെ ഒരു മതിൽക്കെട്ടിനപ്പുറം കെട്ടിക്കിടക്കുന്നത് ടൺ കണക്കിന് മാലിന്യം. ഇതോടെ ആരോഗ്യ ഭീഷണിയിൽ പ്രവർത്തിക്കുകയാണ് കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം. ചെടിയാർമാട് കാക്കഞ്ചേരി വളവിൽ 1.5 കിലോമീറ്റർ 6 വരി പാതയിൽ കോഴിക്കോട് ദിശയിലേക്കുള്ള 3 ട്രാക്കുകളും അടച്ചു. ഇതോടെ മേഖലയിൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനയാത്ര സർവീസ് റോഡ് വഴി മാത്രമായി. നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിക്ക് വികസന കാര്യങ്ങൾക്ക് തടസ്സമാകുന്നത് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള 6 കോടി രൂപ ലഭിക്കാത്തതാണെന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രി മാനേജ്മെന്റ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ MK റഫീഖ പറഞ്ഞു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.